ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സുധി. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ വെച്ചു. ബൗളിലേക്ക് ഞാൻ 1 കപ്പോളം ഉള്ള മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പോളം ഉള്ള റവ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പോളം ഉള്ള പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് 1 കപ്പോളം ഉള്ള ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചൂടും ആവരുത്, എന്നാൽ ഒരുപാട് തണുപ്പും ആവരുത്. ഒരു ലൂക്ക് വോം വാട്ടറാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 കപ്പാണ്. അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ, ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കട്ടയ്ക്ക് തന്നെ ഇരിക്കുക. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് ടൈറ്റും ആവരുത്. നമ്മളുടെ ആ ഒരു നെയ്യപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ കൺസിസ്റ്റൻസി അതേപോലെ ആയിരിക്കണം. അപ്പോൾ ഇത് 20 മിനിറ്റ് അടച്ചു വെക്കണം. അപ്പോൾ അടച്ചു വെക്കുമ്പോൾ റവ ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടെ വെള്ളം ഒന്ന് വലിയും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ഒരു 10-25 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അടച്ചൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 10-25 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് തവി വെച്ചൊന്ന് മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ, ഒന്നും കൂടെ ഒന്നും കൂടെ ആ വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുത്ത് ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് പരുവായിട്ടുണ്ട്. ഈ ഒരു കട്ടി വേണം നമ്മളുടെ ഈ ഒരു മാവിന് കേട്ടോ. ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് അങ്ങ് ടൈറ്റും ആവരുത്. ഈ ഒരു പരുവം കറക്റ്റാണ് നമ്മളുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ ഇവിടെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ നമ്മളുടെ എണ്ണയൊന്ന് ചൂടായി കിടക്കും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടുകയും ചെയ്യരുത്. എന്നിട്ട് നമുക്ക് ഓരോ തവി വീതം ഇതേപോലെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. കോരി ഒഴിച്ച് കൊടുക്കുമ്പം നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ബബിൾസൊക്കെ വന്ന് തുടങ്ങി. കണ്ടോ, തനിയെ ഇതേപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് കുടുന്ന് മേലോട്ടൊന്ന് വരുവേ. ഇത് കറക്റ്റ് പരുവമായതുകൊണ്ടാണ് നമ്മുടെ മാവിൻ്റെ ഇതേപോലെ തന്നെ ഒന്ന് കുടുന്ന് മേലോട്ടൊന്ന് വന്നത്. ഇനി ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും അതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാവൂ. ഓവർ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ ഇതേപോലെ പൊന്തി വരികയൊന്നുമില്ല. ഇതാകെ അങ്ങ് വല്ലാണ്ടായി പോകും. അപ്പോൾ നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ഇതൊന്ന് എണ്ണ ചൂടാക്കാനും. അതേപോലെ തന്നെ ഇതൊഴിക്കുമ്പോഴും തിരിച്ചു മറിച്ചു വിട്ട് നല്ല രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കുമ്പോഴും എല്ലാം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കുടുന്ന് വന്ന് കഴിയുമ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടാൽ നമ്മളുടെ ഈ ഒരു സ്നാക്ക് നല്ല രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇത് മതി. ഇനി ഒന്നും കൂടെ ഒന്ന് ഷെയ്ഡ് ഒന്ന് മാറും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നിങ്ങ് കോരി മാറ്റാവേ. ഇപ്പോൾ എണ്ണയിൽ നിന്ന് ഇവിടെ ഞാനൊന്ന് കോരി മാറ്റി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കുടുന്ന അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്ലെയിമിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം നിങ്ങളിത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി സ്നാക്കാണ്. കുഞ്ഞുങ്ങൾക്കും നമ്മൾക്കും ഒക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.